ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്നത് ഈ ബിസിനസ് ഓണറായിട്ട് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ക്ലാരിറ്റിയാണ് ആ ഓർഗനൈസേഷൻ്റെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ മനസ്സിലാക്കുകയും അതിനെ കേൾക്കാനായിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കേട്ടിട്ട് ആ ക്ലയൻറ്റിൻ്റെ കൂടെ സങ്കടപ്പെടുന്ന ഒരു കോച്ചിനെ ഈ ലോകത്ത് ആർക്കും ആവശ്യമില്ല. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഓഫ് ആക്ഷൻ എന്താണെന്നുള്ളതിന്റെ ക്ലാരിറ്റിയിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 11x കമ്പനിയിൽ തന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് കമ്പനീസിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു ടൈലർ മെയ്ഡ് അപ്രോച്ച് എങ്ങനെയാണ് ഫോർ ഡിഫറെൻറ്റ് ബിസിനസ്സസ്? ഇപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും അതൊരു സിംഗിൾ മാൻ നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിലും ആയിരക്കണക്കിന് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിലും ബിസിനസ്സിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുന്നത് സെയിം ആണ്. ബിസിനസ്സിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്, സ്കെയിലിംഗ് അപ്പ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, വേർൺ ഹാർണിഷ് എന്ന് പറയുന്ന ഓതർ എഴുതിയിരിക്കുന്ന ബുക്കാണ്. അതിൽ പറയുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്ന 4 ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി, പീപ്പിൾ, എക്സിക്യൂഷൻ, ക്യാഷ്.